മണിക്കൂറിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ദേശീയ മാധ്യമങ്ങൾ പറയാൻ വെച്ചാൽ BJPക്ക് കേരളത്തിൽ 1 മുതൽ 4 സീറ്റ് കിട്ടും. പക്ഷേ കേരളത്തിൽ ഒരു മാധ്യമങ്ങളും ഇത് പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്ങനെ ദേശീയ മാധ്യമങ്ങൾ ഇത് പറയുന്നത്? ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞത് ഒരു സംശയിക്കേണ്ടതുണ്ട്. കാരണം ദേശീയ മാധ്യമങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ വന്ന് കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ 1, 2, 3 സീറ്റ് പ്രവചിക്കുകയാണ്. പക്ഷേ അതിൽ സംശയിക്കേണ്ടതുണ്ട്. ഇതിനു മുന്നേ തന്നെ പ്രിയങ്ക ഗാന്ധി പോലും പറഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ടുള്ള എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഫലത്തിൽ അങ്ങനെയാണെങ്കിൽ അത് തിരിമറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ 2020 അല്ലേ കോൺഗ്രസിന്? കേരളത്തിൽ 20 സീറ്റിലും UDF വൻ ഭൂരിപക്ഷത്തിൽ, ഇന്നലകളെക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ UDF 20 സീറ്റിലും വിജയിക്കും. തിരുവനന്തപുരത്തെ വിജയശതമാനം എത്രത്തോളമാണ്? തിരുവനന്തപുരത്ത് ശശി തരൂരിന് ഏകദേശം ഞങ്ങളെയൊക്കെ വിശ്വാസത്തിൽ എടുക്കുന്നത്, ഞങ്ങളെല്ലാം പ്രതീക്ഷ 40,000-ൽ അധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തരൂര് വിജയിക്കും. പക്ഷേ എന്തുകൊണ്ട് ദേശീയ മാധ്യമം ഇത്രയും പറയുന്നത്? കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞാൽ 2ാം സ്ഥാനം 3ാം സ്ഥാനം BJPക്ക് കൊടുത്തില്ല. പക്ഷേ ദേശീയ മാധ്യമം 4 സീറ്റ് പറയുന്നുണ്ട്. കേന്ദ്രത്തിൽ BJP വരുമെന്ന് പറയാണ്. അതെ, കേരളത്തിലെ മാധ്യമങ്ങളുടെ ഫലം ശരിയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ UDFന് കൊടുത്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം അവർ ഏകദേശം 15 എബോ ആണ് പറയുന്നത്. പക്ഷെ അതിനേക്കാൾ 20 സീറ്റിലെ UDF വിജയിക്കും. പക്ഷേ ദേശീയ മാധ്യമങ്ങൾ അത് സംശയിക്കേണ്ടത് പെയ്ഡ് ആവാനും സാധ്യതയുണ്ട്. ഇപ്പൊ ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞ പോലെ കേരളത്തിൽ 1 സീറ്റ് BJP കിട്ടിയാൽ അപ്പൊ എന്തായിരിക്കും അത്? അല്ലേ, BJPക്ക് ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞ 1 സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാധാരണ ആളുകൾ UDFന് അനുകൂലമായി വിധി എഴുതിയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു കാരണവശാലും BJP ഈ തെരഞ്ഞെടുപ്പിലും അക്കൗണ്ട് തുറക്കില്ല. അക്കൗണ്ട് തുറന്നാൽ അത് CPMന്റെ കൈയോടെയാണോ? അല്ല, നമ്മൾ തുറക്കേണ്ട സാഹചര്യം ഇന്ന് കേരളത്തിലില്ല. BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിലില്ല. പിന്നെ തുറന്നാൽ എന്നുള്ള ഇത് കടന്നു വരുന്നില്ല.